വിശദമായി ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിലെ ചില ഉപാധികൾ അംഗീകരിച്ച ഹമാസ്. ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റുപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നും അറിയിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ ഒരു ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് ഒരു സമവായത്തിലെത്തുന്നു എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയിലെ ചില ഉപാധികൾ അംഗീകരിച്ചിരിക്കുകയാണ് ഹമാസ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസങ്ങൾ നീണ്ട ഈ സംഘർഷങ്ങൾക്കൊടുവിൽ ഈ ഗാസ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു സൂചനയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിലെ ചില ഉപാധികളാണ് ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത്. അത് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാനും ഭരണം കൈമാറാനും ഇപ്പോൾ ഒരു സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബന്ദികളെ പൂർണ്ണമായി ഈ കൈമാറാൻ ഹമാസ് ഇപ്പോൾ സമ്മതം അല്ലെങ്കിൽ ഇക്കാര്യമാണ് നിലവിൽ ഇപ്പോൾ പുറത്തറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റു ഉപാധികൾക്ക് മേലെ അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന കരാറിൽ ഒരു ചർച്ച വേണമെന്നും കൂടി നിലവിൽ ഇപ്പോൾ ഈ ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് ഒരു വലിയ രീതിയിലുള്ള ഒരു അന്ത്യശാസനം ഈ ഹമാസിന് മേലെ നൽകിയിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-നകം ഈ സമാധാന കരാർ അംഗീകരിക്കണമെന്നായിരുന്നു ട്രംപ് ഹമാസിന് നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും ഇന്നത്തോടെ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ഹമാസ് ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു ശുഭപ്രതീക്ഷയാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം തന്നെ ഈ ഹമാസിൻ്റെ ഈ കരാർ അംഗീകരിച്ച നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് നിലവിൽ ഇപ്പോൾ ട്രംപ്. ഈ ഹമാസിൻ്റെ സമാധാന നീക്കം സ്വാഗതം ചെയ്യുന്ന ട്രംപ് ഗാസയിലെ ബോംബാക്രമണം ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണമെന്നും കൂടി നിലവിൽ ഇപ്പോൾ ഇസ്രായേലിനോട് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് ഒരു അന്ത്യശാസനം ഈ ഹമാസിന് നേരെ നൽകുന്നത്. അത് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സമാധാന ചർച്ചയിലാണ് 20 ദിനം സമാധാന കരാർ ഹമാസിന് നൽകിയിട്ടുള്ളത്. അതിൽ ഞായറാഴ്ചക്കകം ഒരു തീരുമാനം അറിയിക്കണമെന്ന് കൂടി ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഗാസ ഒരു വലിയ രീതിയിലുള്ള നരകമാകുമെന്നും മുച്ചോട് മുടിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ അന്ത്യശാസനം. അതിന് പിന്നാലെ ഈ ഗാസയിലെ ചില ഹമാസ് നേതാക്കൾ ഈ കരാർ അംഗീകരിക്കാനാകില്ലെന്നും ഒരു ചർച്ച വേണമെന്നും ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ട്രംപ് ഒരു അന്ത്യശാസനം എന്നോളം ഈ കരാർ അംഗീകരിക്കണമെന്നൊരു അന്ത്യശാസനം ഈ ഹമാസിന് നൽകിയത്. എന്നാലും അതിന് പിന്നാലെയാണ് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഈ ഗാസ യുദ്ധത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന കരാറിൽ ചില ഉപാധികൾ ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറാനും തുടങ്ങിയ ചില ഉപാധികളാണ് അല്ലെങ്കിൽ ഭാഗിക ഉപാധികളാണ് നിലവിൽ ഇപ്പോൾ ഹമാസ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അതുപോലെ തന്നെ ഒരു മറ്റ് ഉപാധികൾക്ക് മേലെ ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ കൂടുതൽ ചർച്ച വേണമെന്നും കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഹമാസ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഗാസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോക്രാറ്റുകൾക്ക് പലസ്തീൻ സമിതിക്ക് കൈമാറാനാണ് കൈമാറുമെന്നാണ് നിലവിൽ ഇപ്പോൾ ഹമാസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ 2023 ശേഷമുള്ള സംഘർഷങ്ങൾക്കൊടുവിലുള്ള ഈ ബന്ദികളെയാണ് നിലവിൽ ഇപ്പോൾ ഹമാസ് വിട്ടയക്കാൻ ഒരു സന്നദ്ധ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഗാസയുടെ യുദ്ധം തീർക്കുക ലക്ഷ്യമിട്ട് താൻ മുന്നോട്ട് വെച്ച 20 ദിന കരാറിൽ ചില ഉപാധികളോടെ ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചുവെന്നാണ് ട്രംപ് ഇതിനുശേഷം അല്ലെങ്കിൽ ഹമാസ് ഇക്കാര്യം പുറത്തുവിട്ടതിന് പിന്നാലെ ട്രംപ് പറയുന്നത്. എന്തായാലും ഗാസ ഒരു സമാധാന പാതയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇസ്രായേലിനോട് ഗാസയിലേക്കുള്ള ബോംബാക്രമണം വെക്കണമെന്നും കൂടി നിലവിൽ ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദീപ്തി. ശരി. ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിലെ ചില ഉപാധികൾ അംഗീകരിച്ച ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതമറിയിച്ചത്. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റുപാധികളിന്മേൽ
കൂടുതൽ ചർച്ച വേണമെന്നും അറിയിച്ചു. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.